ഇത് നമ്മുടെ പാലാ ചേർപ്പങ്കൽ ഹൈവേയിലുള്ള കരിമ്പിൻ കൃഷിയാണ്. നമ്മൾ ഹൈവേയിൽ നോക്കിയാൽ തന്നെ കാണാം കരിമ്പ് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത്. ഈ വർഷത്തെ വെട്ടി തീരാറായി കേട്ടോ. എനിക്കൊന്ന് വെച്ചാൽ അവസാന ഭാഗമാണ്. നമുക്ക് കരിമ്പ് ശർക്കരയാക്കുന്നതൊക്കെ കാണണ്ടേ. ഏകദേശം ഒരു 35 വർഷത്തോളമായി ഇവിടെ കരിമ്പ് കൃഷി ആരംഭിച്ചിട്ട്. പാരമ്പര്യമായിട്ട് തന്നെ കരിമ്പ് കൃഷി ചെയ്യുന്നവരാണ്. പിന്നെ നമുക്ക് ശർക്കര എങ്ങനെയാണ്, നാടൻ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ദാ കാണുന്നതാണ് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം. കണ്ടോ, ദൂരെ പുകി വരുന്നത് കണ്ടോ. നമുക്ക് നേരെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മൾ ചേർപ്പങ്കിൽ നാടൻ ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചേട്ടൻ നമുക്ക് പറഞ്ഞുതരും. ക്രഷറിൻ്റെ അകത്ത് കരിമ്പ് അടിച്ച് ഇവിടെ 13 കുടം നീര് ഈ ചെമ്പ് രണ്ടിലും കൂടി ഇട്ട് പറ്റിച്ച് 3.5 മണിക്കൂർ ഏകദേശം കുറുക്കി എടുത്ത് അത് വറ്റി വരുമ്പോൾ തടിത്തോണിയിലേക്ക് അത് ഒഴിച്ച് അത് ലാസ്റ്റിലത്തെ വെള്ളം പറ്റിച്ചെടുക്കുന്നത് തടിത്തോണിക്കകത്താണ്. അതിൻ്റെ അകത്ത് ഇളക്കി അതിൻ്റെ പത കളഞ്ഞ് ഒരു സൈഡിൽ കൂട്ടി ചേർത്ത് വെക്കും 2 സൈഡിലായിട്ട്. അതിന് ശേഷം അത് 100 ഗ്രാം വലുപ്പത്തിൽ ഉരുട്ടി എടുക്കും. അങ്ങനെയാണ് ഉണ്ട ഉണ്ടാക്കുന്നത്. 3.5 മണിക്കൂർ പ്രോസസ്സിംഗ് ആണ്. ഒരു കുറുക്കെന്ന് പറഞ്ഞാൽ 30 കിലോ ഉണ്ട്. 15 ലിറ്റർ കൊള്ളുന്ന ഒരു കുടത്തിൽ 15 ജോസഫേട്ടാ പറയാമോ? ഇല്ല ജോസഫേട്ടാ, എല്ലാം തീർന്നു, കരിമ്പടിയേ തീർന്നു. ഇല്ല, ഒരു രക്ഷയില്ല ജോസഫേട്ടാ. ഇവിടെ ജോർജ് അതുപോലെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ഇല്ലെന്നേ, ഇല്ല, സാധനം കൊടുക്കാനില്ല. ഒരു ജോർജ് ഇവിടെ കിടന്ന് മനുഷ്യനോടെല്ലാം പറഞ്ഞിട്ട് കൊടുക്കാനില്ലാഞ്ഞിട്ട് അടി തീർന്നേ, കരിമ്പ് വെട്ടി തീർന്നു. യാതൊരു ഗത്യന്തരവും ഇല്ല. ആവശ്യക്കാരേറെ അല്ലേ? അല്ല, അങ്ങനെയായിരുന്നു. നമുക്ക് കഴിഞ്ഞ വർഷം വെള്ളം കയറി കരിമ്പ് മുക്കാലും പോയി. ജോസഫേട്ടാ, ജോർജിനെ കണ്ടാലും അടുത്ത തരാനില്ലെന്ന് ഞാൻ കോളനി ജോർജ് കുട്ടിക്ക് ഒരു 2 കിലോ എത്ര ദിവസം അങ്ങനെ കിടന്ന് ചോദിക്കാൻ തുടങ്ങി. മറുത്ത് ശാന്ത ചേച്ചിക്ക് ജോസഫേട്ടനൊക്കെ കുറച്ചേലും തന്നില്ലേ, ആർക്കും തരാൻ പറ്റിയില്ലെന്ന് ഈ കൊല്ലം. എന്നാ ചെയ്യുന്നേ? മരത്തിലെ ശാന്ത എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്നല്ലെങ്കിൽ എപ്പോഴും എനിക്ക് 1 കിലോ എങ്കിലും വേണം. എനിക്കറിയത്തില്ല കിട്ടുമോന്ന്. ജോർജ് നമ്മളല്ല അതിന്റെ ആള്. ഒന്ന് ശരിയാക്കി പോയി. എനിക്കറിയത്തില്ല, അതാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റിയല്ല. ജോർജ് കുട്ടിയാണ് അതിന്റെ ആള്. ശർക്കരയുടെ നാടൻ ശർക്കരയാണ് ഇരിക്കുന്നത്. 2 കിലോ എങ്കിലും വേണം. നാളെ മറ്റന്നാൾ എപ്പോഴും അത് തരാൻ ജോസഫേട്ട എനിക്ക് യാതൊരു നിവൃത്തിയില്ല. കരിമ്പ് നമ്മൾ ഉദ്ദേശിച്ചതിന്റെ പകുതി പോലും ഇല്ല കൊടുത്തായപ്പോ. എപ്പോഴാണെന്ന് പറയാമോ? കംപ്ലീറ്റ് ചെയ്യാവോ? ഇതുകൊണ്ടോ വിശദമായിട്ട് പറഞ്ഞാലേ, 13 കുടം നീര് നമ്മൾ ഈ 2 ചെമ്പിലുമായിട്ട് തീയലിട്ട് അത് അതിലൊരു 25 ഗ്രാം കക്ക കുമ്പായം നീക്കിയ കക്ക വെള്ളം കലക്കി ചേർക്കും. ഇതിൽ ചെളി ഇളകി വരാനായിട്ട്. ആ ചെളി ഈ നീര് തിളച്ച് കഴിയുമ്പം അതിൻ്റെ അകത്തിട്ട് ആ കൊട്ടയ്ക്കകത്തിട്ട് അത് പതഞ്ഞ് വരുന്ന ചെളി വെട്ടിയെടുത്ത് മാറ്റി ഈ രണ്ടും കൂടെ അവസാന നിമിഷമാകുമ്പോൾ ഒരു ചെമ്പിലോട്ട് ഒഴിക്കും. അത് ഇതിൻ്റെ തീ കത്തിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഞങ്ങളിവിടെ ഒരു ദിവസം 3 എണ്ണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം പിന്നെ ഫുള്ളായിട്ട് അപ്പുറം ഒഴിച്ച് അതിൻ്റെ ചെളി വൃത്തിയാക്കി എടുക്കും. ആദ്യം തുടങ്ങുമ്പം 2 ചെമ്പിലൂടെ ആയിട്ട് തുടങ്ങും. പിന്നെ അത് പകുതി ആകുമ്പം അതിങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് അടുത്ത് ഒരെണ്ണം അപ്പുറത്തെ ചെമ്പിലൊഴിക്കും. അവിടെ നിന്ന് അത് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അത് ചെമ്പിൽ ഈ ഒരു വലിയ ചെമ്പിൽ വന്നു കഴിയുമ്പോൾ അവസാനം അത് ചോട്ടി പിടിക്കാതെ ചട്ടുകമുണ്ട്, തടിയും കൊണ്ടുള്ള ഒരു ചട്ടുകമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി അത് വെള്ളം മാക്സിമം പറ്റിച്ച് നമുക്ക് കയ്യാൽ അത് മുറിവ് വരുന്ന ഒരു പരുവം അറിയാം. ശർക്കര നമ്മൾ പാലാ നാടൻ എന്ന് പറയുന്ന ഉണ്ട ശർക്കര എവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങനെ കുറുകി വരുന്ന പരുവാകുമ്പോൾ നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് ഈ തടിത്തോണിയിലേക്ക് കമത്തി ഒഴിക്കുന്ന ശർക്കര അതിൻ്റെ പത അതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കി കളയും. അത് കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റും കൊണ്ട് ആ ശർക്കര ഉണ്ടയാക്കി എടുക്കാവുന്ന പരുവത്തിൽ കുറുകി പാകമായിട്ട് വരും. അത് ഒരു 2 സൈഡിലോട്ടും ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ട് പിന്നെ അത് ഇരുമ്പിൻ്റെ ചെറിയ ചട്ടുകം പോലെയുള്ള സാധനമുണ്ട്. അത് വെച്ച് ഞങ്ങൾ അത് അരച്ച് നല്ല പശ കൂട്ടിയെടുത്ത് ഉണ്ടയാക്കി 100 ഗ്രാം അടുത്ത് വരുന്ന പരുവത്തിൽ ഉരുട്ടി ഈ തടിത്തോണിയിലേക്ക് വെക്കും. അത് തടിത്തോണിയിൽ വെച്ച് ആ വെള്ളം അതേലോട്ട് തന്നെ വലിച്ചെടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഉണ്ടയായിട്ട് ശേഖരിക്കാം. ഉണ്ടയായ പിന്നെ ഉപയോഗിക്കാം. തണുത്തതിന് ശേഷം ഉപയോഗിക്കാം അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? അപ്പച്ചൻ 3 പിടിയും. അപ്പം ചേട്ടൻ്റെ ആണോ ഈ പറമ്പല്ല? അല്ലല്ല, ഞങ്ങൾ എൻ്റെ കസിൻ്റെയും കൂടിയാണ്. ആണല്ലേ?
ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? സഹായിയാണ് അല്ലേ? അപ്പോൾ ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? വിറകായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, ഇതാണ്ടോ തിളച്ച മറിയാണ് ശർക്കര, നാടൻ ശർക്കര. ഇത് പാകമാകാറായതാണോ? അല്ലല്ലോ. ഇത് ഇനി അത് ചോട്ടി പറ്റാറായി വരും. അതെ അല്ലേ? ഓക്കെ. തുടങ്ങുമ്പോഴും ഇതുപോലെ 2 ചെമ്പില, ലാസ്റ്റ് തീരുമ്പോഴും 2 ചെമ്പില. ഇനിയിപ്പോൾ അപ്പുറത്തെ ചെമ്പില ഇങ്ങോട്ട് കോരി ഒഴിച്ചിട്ടുണ്ടല്ലോ, അവിടെ വെള്ളം ഒഴിച്ചിടും. അപ്പൊ ഇതിനകത്ത് ഒരു തീലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കോടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ഗ്യാപ്പ് അപ്പുറം ഇട്ടിട്ടുണ്ട് ആണല്ലേ? അപ്പൊ നമുക്കതൊരു നാടൻ പ്രക്രിയ. അപ്പൊ അപ്പുറത്തെ ഈ ഒരു തീയും കൊണ്ട് അപ്പുറം കൂടെ രണ്ട് പാത്രത്തിലോ അല്ലേ? പാത്രത്തിൽ ഒരുപോലെ ഒരേ സമയം ഉണ്ടാവും അല്ലേ? അപ്പുറത്തെ ഇതിനകത്ത് 3 എണ്ണം ഉണ്ടാക്കുമ്പോൾ 1 ലാഭം കിട്ടും. അതെ അല്ലേ? അതിനുവേണ്ടിയാണ് ആ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ കരിമ്പിന്റെ കൃഷി അല്ലെങ്കിൽ ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു വർഷം കരിമ്പ് നട്ട് ഇപ്പം ഇത് നട്ടിരിക്കുന്ന സമയമാണ്. നട്ട് കഴിഞ്ഞാൽ നമ്മൾ 2 വർഷം ആ ചോട് തന്നെ ഉപയോഗിക്കും, വെള്ളം പോയില്ലേ. അതിനുശേഷം അത് 1 വർഷം കൊണ്ടാണ് ശർക്കരയ്ക്ക് ഭാഗമായിട്ട് വരുന്നത്. ആണല്ലേ? നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടുമോ? നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും. പക്ഷേ ഈ വർഷം ലാഭമില്ല, വെള്ളം കയറി കരിമ്പ് നമുക്ക് എല്ലാം ഡാമേജ് ആയി പോയതുകൊണ്ട്. ആണല്ലേ? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം എല്ലാം കിട്ടാറുണ്ടോ? ഇതിനങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഈ കൃഷിഭവനിൽ നിന്ന് ഒരു വർഷം 3000 രൂപ ഈ മൊത്തം എല്ലാ കൃഷിക്കും കൂടി ആയിട്ട് വളത്തിന്റെ സബ്സിഡി കിട്ടും പഞ്ചായത്തിൽ നിന്നുള്ളത്. അതെ അല്ലേ? അതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം കൊണ്ട് അങ്ങ് ചെയ്യുന്നതാണ് അല്ലേ? അത് നല്ലൊരു ഭക്ഷ്യവസ്തു അല്ലേ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. ആണല്ലേ? നാടൻ ശർക്കര യാതൊരു മായമില്ലാതെ നമുക്ക് ഇവിടുന്ന് അല്ലേ കിട്ടും. നമ്മളിവിടെ ഞങ്ങളൊരു 10 ഈ തറി തന്നെ ഇപ്പോൾ ഒരു 39-40 വർഷമായി. ആണല്ലേ? പിന്നെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഹൈവേ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്ത് കൃഷി അന്നും ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് നേരിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ആണല്ലേ? ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് ഒരു ലക്ഷ്യമല്ല, ഞങ്ങൾ ഞങ്ങളുടെ കൃഷി സാധനം ഞങ്ങൾ വിറ്റ് തീർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിലെ പോകുന്നവരെല്ലാം വന്ന് മേടിക്കും, വർഷങ്ങളായിട്ട് മേടിക്കുന്നവരല്ലേ? എല്ലാവർക്കും അറിയാം. ഇത് ഒരു പ്രാവശ്യം കൊണ്ടുപോകുന്നവര് ഇതിന്റെ ഈ ശർക്കരയുടെ മാറ്റം അത്ര നല്ലതാണ്. നാടൻ ശർക്കര എന്ന് പറഞ്ഞാൽ ശർക്കര ഒരു 2 എടുത്ത് കാണിക്കാവോ? നമ്മുടെ ആ ശർക്കര ഒന്ന് കയ്യിൽ നിന്ന്. ശുദ്ധമായ നാടൻ ശർക്കര നമ്മുടെ കയ്യിലെ അച്ചാണ് ഇത്. ഇതുണ്ടോ? നല്ല നാടൻ ശർക്കര വേണ്ട ഒരു അടുത്ത വർഷം പോരെ. ഈ വർഷത്തേക്കുള്ളതെല്ലാം തീർന്നു. കാരണം കാലാവസ്ഥ പ്രശ്നം ഒക്കെ ആയതുകൊണ്ട് അധികം കരിമ്പുണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം ഇവർ വെട്ടി റെഡിയാക്കി സെറ്റാക്കി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ഫ്രം കേര ഫുഡ്സ്.